LGBTQ+ കമ്മ്യൂണിറ്റികളുടെ വാർഷിക പ്രൈഡ് മാർച്ച് നിരോധിക്കുന്നതിന് പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ നിർദ്ദേശിച്ച നിയമത്തിൽ ഒപ്പുവെച്ച് ഹംഗറി പ്രസിഡന്റ് തമാസ് ഉളിയോക്. യൂറോപ്യൻ യൂണിയന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു നടപടി. സമ്മേളന സ്വാതന്ത്ര്യം ഹനിക്കുന്നുവെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ വിമർശനത്തെ അവഗണിച്ചുകൊണ്ട് കൂടിയാണ് പ്രൈഡ് മാർച്ച് നിരോധന നിയമത്തിൽ ഹംഗറി പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. മാർച്ച് 18-നാണ് ഓർബന്റെ വലതുപക്ഷ ഫീഡസ് പാർട്ടി നിർദ്ദേശിച്ച നിയമം പാർലമെന്റ് നടപ്പാക്കിയത്. പാർലമെന്റ് നടപടിയെ തുടർന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം പ്രതിഷേധക്കാർ മധ്യ ബുഡാപെസ്റ്റിലെ ഒരു പാലം തടഞ്ഞുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. പ്രൈഡ് ഈവന്റുകളുടെ നിരോധനത്തോടൊപ്പം നിയമലംഘനം നടത്തി ഈവന്റിൽ പങ്കെടുക്കുന്നവരെ തിരിച്ചറിഞ്ഞ് നടപടി സ്വീകരിക്കുന്നതിനും പിഴ ചുമത്തുന്നതിനുമായി മുഖം തിരിച്ചറിയൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള അധികാരവും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ് നിയമം. 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ ഹോമോസെക്ഷൽ ആശയങ്ങൾ രൂപപ്പെടുത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ഇത്തരം പ്രൈഡ് മാർച്ച് ഈവന്റുകൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ നിയമത്തിന് വിരുദ്ധമാണെന്ന കാരണത്താലാണ് നിയമം പാസാക്കിയത്. മാർച്ച് 17-ന് പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമത്തിന് 136 അനുകൂല വോട്ടുകളും 27 പ്രതികൂല വോട്ടുകളുമാണ് നേടിയത്. മാർച്ച് 18-ന് നിയമം രാജ്യവ്യാപകമായി പ്രൈഡ് മാർച്ച് നിരോധനം പാസാക്കിയത്. വോട്ടെടുപ്പിനിടെ പ്രതിപക്ഷ എംപിമാർ പുകബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് പാർലമെന്റ് ചേംബറിൽ പ്രതിഷേധിച്ചു. നിരോധനം വകവയ്ക്കാതെ ജൂൺ 28-ന് നടക്കാനിരിക്കുന്ന ഈ വർഷത്തെ മാർച്ചുമായി മുന്നോട്ടു പോകാനാണ് നീക്കമെന്ന് സംഘാടകർ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.